മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷൻ ഡബിൾ ഇന്റഗ്രൽ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Let us start. If R is the region bounded by the parabolas y is equal to x square and y square is equal to x, in the first quadrant, evaluate double integral over R x plus y dA. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻസ് ഏതൊക്കെയാ? y is equal to x squareും y square is equal to x ഉം രണ്ട് പാരാബോളാസ് ആണ്. ആ പാരാബോളാസിന്റെ ഇടയിലുള്ള ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള റീജിയൻ, ഓക്കെ, അതാണ് R നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇതാണ് ഈ ഒരു പോർഷൻ ആണ് R എന്ന് പറയുന്നത്. അപ്പൊ അതില് തന്നിരിക്കുന്ന രണ്ട് പാരാബോളാസിന്റെ ഇക്വേഷൻസ് നോക്കുക. അതായത് y is equal to x square, ഇതാണ് y is equal to x square എന്ന് പറയുന്നത്, ആൻഡ് അതർ വൺ y square is equal to x. ക്ലിയർ ആയല്ലോ? സോ ഇതിന്റെ ഇടയിലുള്ള ഈ റീജിയൻ ഇതാണ് ഇവിടെയാണ് നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഡബിൾ ഇന്റഗ്രൽ വാലുവേറ്റ് ചെയ്യേണ്ടത്. എക്സ് പ്ലസ് വൈ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. ക്ലിയർ ആയോ? എക്സ് പ്ലസ് വൈ ആണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എക്സ് പ്ലസ് വൈ ഡി എ ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡി വൈ ഡി എക്സ്, അതായത് ലിമിറ്റ്സ് കണ്ടുപിടിക്കണം അല്ലെ? എക്സിന്റെയും വൈന്റെ ലിമിറ്റ്സ് അറിയണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് നോക്കാം. പാരാബോളയുടെ ഇക്വേഷൻസ് ഏതൊക്കെയാ? y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ഉം y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറും. അപ്പൊ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു ടേംസിൽ ഇപ്പൊ എക്സ് എക്സ് സ്ക്വയറും ഇതല്ല തന്നിരിക്കുന്നത് എക്സ് റേസ് ടു 4, അതായത് നമുക്ക് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സിൽ നമുക്കറിയാം y എക്സ് സ്ക്വയർ ആണെന്ന് അറിയാലോ. സെക്കൻഡ് ഇക്വേഷനിൽ y എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ yക്ക് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ആവില്ലേ? ഇസ് ഈക്വൽ ടു എക്സ് വരും. അതായത് എക്സ് റേസ് ടു 4 ഇസ് ഈക്വൽ ടു എക്സ്. ഈ എക്സിനെ LHSലേക്ക് എടുത്താൽ എന്താവും? എക്സ് റേസ് ടു 4 മൈനസ് എക്സ് ഈക്വൽ ടു 0. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് റേസ് ടു 4 മൈനസ് എക്സ് ഈക്വൽ ടു 0. ഒരു എക്സ് കോമൺ ആണ്, അപ്പൊ അത് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? എക്സ് ക്യൂബ്. എക്സ് റേസ് ടു 4 എന്ന് ഒരു എക്സ് എടുത്താൽ എക്സ് ക്യൂബ് വരും, മൈനസ് എക്സ് എന്ന എക്സ് എടുത്താൽ 1. എക്സ് ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഇതിന്റെ മീനിങ് എന്താ? എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് ക്യൂബ് മൈനസ് 1 is equal to 0. മൈനസ് ആണ്. എക്സ് ക്യൂബ് മൈനസ് 1 is equal to 0. ക്ലിയർ ആയോ? അപ്പൊ എക്സിന്റെ വാല്യൂ 0 കിട്ടി. പിന്നെ എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? എക്സ് ക്യൂബ് മൈനസ് 1 0 പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്തായി? 1. അപ്പൊ എക്സിന്റെ ലിമിറ്റ്സ് നമുക്ക് കിട്ടി. എന്താണ്? എക്സ് 0 to 1. ഇനി വൈയുടെ ലിമിറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊന്ന് റേസ് ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ്സ് 0 to 1 കിട്ടി അല്ലെ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? അതായത് ഒരു കർവിന്ന് വേറൊരു കർവിലേക്ക്, ദാറ്റ് ഈസ് ഫ്രം ബോട്ടം ടു അപ് സൈഡ്, അതായത് രണ്ട് മുകളിലും താഴെയും ടോപ്പ് ആൻഡ് ബിലോ രണ്ട് കർവ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ശരിക്കും y ആണ് അവിടെ ഇൻ ടേംസ് ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേഷനിൽ രണ്ട് റീജിയൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ടൈപ്പ് 1 ഉം ടൈപ്പ് 2. ഇപ്പൊ മുകളിലും താഴെയും, അതായത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് രണ്ട് കർവ്സ് ഉള്ളതെങ്കിൽ അത് ടൈപ്പ് 1 റീജിയൻ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് രണ്ട് കർവ്സ് ഉള്ളതെങ്കിൽ അത് ടൈപ്പ് 2 റീജിയൻ. ഇവിടെ ഇപ്പോ ടോപ്പ് ആൻഡ് ബോട്ടം രണ്ട് സൈഡിൽ മുകളിലും താഴെയാണ്, സോ ടൈപ്പ് 1 റീജിയനിലാണ് പെടുക. അപ്പൊ ആ കേസിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ്, അതായത് എക്സ് ആണ് കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക, y എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് അതർ വേരിയബിൾ, അതായത് എക്സിന്റെ ടേംസിൽ നമ്മൾ ലിമിറ്റ്സ് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോ ഇവിടെ നമുക്ക് എക്സിന്റെ ലിമിറ്റ് 0 to 1 കിട്ടി അല്ലെ? ഇനി വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. y താഴത്തെ കർവ് മുകളിലത്തെ കർവിലേക്കാണ് അല്ലെ? സോ ഇവിടെ വൈയുടെ ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? അപ്പൊ ലോവർ ലിമിറ്റ് എന്തായി? എക്സ് സ്ക്വയർ ആണ്. ഇനി അപ്പർ ലിമിറ്റ് എന്താണ് വേണ്ടത്? ദാറ്റ് ഈസ് മുകളിലത്തെ കർവ് ഏതാ? ഈ കർവ് ആണ് അല്ലെ? ഈ ഒരു സ്ട്രിപ്പിന്റെ അപ്സൈഡ് കർവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അവിടെ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആണ്. y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സിൽ y എങ്ങനെ കണ്ടുപിടിക്കാം? y എന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. അപ്പൊ ക്ലിയർ ആയല്ലോ? നമുക്ക് ഇന്റഗ്രൽ ലിമിറ്റ് അപ്പൊ വൈഡ് എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ, അതായത് താഴത്തെ കർവിന് മുകളിലത്തെ കർവിലേക്ക് എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്. പിന്നെ എക്സിന്റെ ഓൾറെഡി 0 to 1 കണ്ടുപിടിച്ചു. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആക്കി മാറ്റി എഴുതാം. എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2. വൈയുടെ എന്താ വരിക? വൈ സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ്സ് എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് കേസിൽ y, അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക?
നമ്മൾ ആദ്യം തന്നെ ഒന്നെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് മൊത്തമായിട്ട് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, എന്നിട്ട് മൈനസ് അഗെയിൻ ലോവർ ലിമിറ്റ് എൻറ്റയർ ഫംഗ്ഷന് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം, എന്നിട്ട് പ്ലസ് അതർ ഫംഗ്ഷന് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അത് എങ്ങനെയായാലും കുഴപ്പമില്ല, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം അത്രേ ഉള്ളൂ. സോ ഇവിടെ ഇപ്പോൾ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യാം. അതായത് y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് കൊടുക്കുക. y റൂട്ട് എക്സ് കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് വരും, പ്ലസ് വൈ സ്ക്വയറിൽ റൂട്ട് എക്സ് കൊടുക്കുക ഹോൾ സ്ക്വയർ ബൈ 2. അപ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ എന്താ എക്സ് ബൈ 2. ഇതാണ് ഫസ്റ്റ് ടേം വരെ, അതായത് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇനി എക്സ്പ്രഷൻ. ഇനി മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റിൽ എന്താണ് എക്സ് സ്ക്വയർ ആണ് കൊടുക്കേണ്ടത്. y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പോൾ അതേപോലെ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ത് വരും, എക്സ് ക്യൂബ് വരും, പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്താ വരും, എക്സ് റേസ് ടു 4 ബൈ 2. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് എക്സ്പ്രഷൻ. ഇനി മൈനസ്, ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ, അതുകൊണ്ടാണ് മൈനസ്. ഇനി എന്താ ചെയ്യേണ്ടത്, സാധാരണ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ, എല്ലാ ടേംസും കിട്ടി. ഈ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്താ, എക്സ് റേസ് ടു 1 പ്ലസ് റൂട്ട് എന്ന് പറയുന്നത് എന്താ 1 ബൈ 2 ആണ് അല്ലെ. അപ്പൊ എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ 2 ആണ്. എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1 പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1 ബൈ 2 ആണ്. അപ്പൊ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, എക്സ് റേസ് ടു 3 ബൈ 2. ക്ലിയർ ആയോ, 1 പ്ലസ് 1 ബൈ 2 3 ബൈ 2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് റേസ് ടു 3 ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി പ്ലസ് എക്സ് ബൈ 2 മൈനസ്, ഇവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു, ഇവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തപ്പോൾ മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 ബൈ 2. ഇനി എന്താ ചെയ്യേണ്ടത്, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എക്സിന്റെ എക്സ് റേസ് ടു 3 ബൈ 2 എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്താ, എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1, അതായത് എക്സ് റേസ് ടു 3 ബൈ 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ബൈ 2 പ്ലസ് 1, അതായത് 5 ബൈ 2 ആണ് വരിക. താഴെയും ബൈ 5 ബൈ 2 ചെയ്യാം. പ്ലസ് ഇനി ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ ബൈ 2 വരും അല്ലെ. എക്സ് സ്ക്വയർ ബൈ 2 ഓൾറെഡി താഴെ ഒരു 2 ഉണ്ട്, സോ എക്സ് സ്ക്വയർ ബൈ 4. നെക്സ്റ്റ് ടേം എന്താ വരിക, ഒരു പവർ ഇൻക്രീസ് ആവും, ഡിവൈഡ് ബൈ സെയിം പവർ ചെയ്യുക, എക്സ് റേസ് ടു 4 ബൈ 4. ആൻഡ് ലാസ്റ്റ് വൺ എക്സ് റേസ് ടു 4 എന്താവും, എക്സ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ ഓൾറെഡി ഒരു 2 ഉണ്ട്, ഇനി ബൈ 5 ചെയ്യുമ്പോൾ 5ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം, സോ 10. ഇനി ഇതെല്ലാത്തിലും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് എല്ലാം 0 ആയിപ്പോൾ. സോ അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ആകുമ്പോൾ എളുപ്പമായി, 1 റേസ് ടു ഏത് പവറിലും 1 തന്നെ. സോ 1 ബൈ 5 ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബൈ 2 മുകളിലേക്ക് എടുക്കുമ്പോൾ റെസിപ്രോക്കലായിട്ട് എഴുതാം. 2 ബൈ 5 പ്ലസ് ഇവിടെ 1 ബൈ 4 വരും. തേർഡ് ടേം മൈനസ് 1 ബൈ 4 മൈനസ് 1 ബൈ 10. ഇതെല്ലാം എൽസിഎം എടുത്ത് നമുക്ക് കറക്റ്റ് വാല്യൂ എന്താ കിട്ടുക, 3 ബൈ 10 ആണ്. സിംപ്ലിഫൈഡ് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r sin x by x dA where r is a triangular region bounded by the x-axis y is equal to x and x equal to 1. അപ്പോൾ നമ്മൾക്ക് ട്രയാങ്കുലർ റീജിയൻ ആണ് ഇവിടെ r കൺസിഡർ ചെയ്യേണ്ടത്. ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എന്താ, sin x by x ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഡബിൾ ഇന്റഗ്രൽ ഓവർ r sin x dA ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് റീജിയൻ കൺസിഡർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ബൗണ്ടഡ് ബൈ x ആക്സിസും y is equal to x ഉം x equal to 1 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ y is equal to x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ ഒറിജിൻ. ഓക്കെ, എക്സിന്റെ വാല്യൂ കറക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ആണ് അല്ലെ, കാരണം x raised to 1 y raised to 1. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്, അപ്രോക്സിമേറ്റ് കറക്റ്റ് ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വൈയുടെ വാല്യൂ ചേഞ്ച് ആവും. അപ്പോൾ y is equal to x സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ് കിട്ടി. ഇനി ബാക്കി x equal to 1 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് x equal to 1. ഓക്കെ, ഇനി അപ്പൊ അത് തമ്മിലുള്ള ആ ഒരു റീജിയൻ്റെതാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതാണ് റീജിയൻ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾക്ക് അവിടെയാണ് ഡബിൾ ഇന്റഗ്രൽ വാല്യൂവേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഇത് അഗെയിൻ അതായത് ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസും പിന്നെ ഈ ഒരു ലൈനും അല്ല, y is equal to x ഉം x ആക്സിസും. അപ്പൊ ശരിക്കും x ആക്സിസ് പറയുന്നത് എന്താ, ഇതാണ് അല്ലെ, y is equal to x എന്ന് പറയുന്നത് ലൈൻ ഇതും. അപ്പൊ മുകളിലും താഴെയും രണ്ട് കർവ്സ് ആണ്. ഓക്കെ, അപ്പൊ ടൈപ്പ് 1 റീജിയൻ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും, y ഇൻ ടേംസ് ഓഫ് x എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ എളുപ്പമാണ്, നമുക്ക് ഫംഗ്ഷൻ sin x by x അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് x എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പൊ തന്നിട്ടുണ്ട്, x എന്ന് പറയുന്നത് y is equal to x ആണ് അല്ലെ. അപ്പൊ y is equal to x എന്ന് പറയുമ്പോൾ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ y-യുടെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്താ, x എന്ന് പറയുന്നത് 0 ആണ് സ്റ്റാർട്ടിങ്, അത് നമുക്കറിയാം. 0 മുതൽ x equal to 1 വരെ തന്നിട്ടുണ്ട് അല്ലെ, x equal to 1 തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടി 0 to 1.
അപ്പൊ വൈയുടെ ലിമിറ്റ് എന്താ വരിക? വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. പിന്നെ y ടു ഏത് കർവ് വരും? ഒന്ന് ഇറേസ് ചെയ്തോട്ടെ. വൈയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ അഗെയിൻ y ഇവിടെ എന്താ? എക്സ് ആക്സിസിൽ വൈയുടെ വാല്യൂ എന്താ? 0 ആണ്. ഈ സ്ട്രിപ്പിനെ ബേസ് ചെയ്തെടുക്കുമ്പോൾ y 0, പിന്നെ അടുത്ത കർവിലേക്ക് പോകുന്നത് അവിടെ y എന്താ? x ആണ്. സോ നമുക്ക് അഗെയിൻ വൈയുടെ ലിമിറ്റ് കിട്ടി 0 മുതൽ x വരെ. എക്സിന്റെ ലിമിറ്റ് 0 to 1 dy dx. ഫംഗ്ഷൻ sin x by x ആണ്. അപ്പൊ ഈ ലിമിറ്റ്സ്, ഈ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടൈപ്പ് 1 റീജിയൻ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ 0 to 1. ഇനി ആദ്യം വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ sin x by x കോൺസ്റ്റന്റ് അല്ലേ, അത് മാറ്റി എഴുതാം. എന്നിട്ട് ഇന്റഗ്രൽ dy പറഞ്ഞാൽ y ആണെന്ന് നമുക്കറിയാം. വിത്തിൻ ദ ലിമിറ്റ് 0 to x. ബാക്കി dx അങ്ങനെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 sin x by x into y. നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുത്ത x വരും, ലോവർ ലിമിറ്റ് 0. അപ്പൊ x മാത്രം വരും ഇൻറ്റു dx. ഇപ്പൊ എക്സും എക്സും ക്യാൻസൽ ആയി. ഇപ്പൊ sin x മാത്രം വരും വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഇപ്പൊ sin x ന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് cos x ആണ്. ഡെറിവേറ്റീവ് പ്ലസ് cos x ആണ്, പക്ഷെ ഇന്റഗ്രൽ മൈനസ് cos x ആണ്. വിത്തിൻ ദ ലിമിറ്റ് 0 to 1. അപ്പൊ ഇവിടെ മൈനസ് ഓൾറെഡി പുറത്തെടുക്കുക. അപ്പൊ മൈനസ് പുറത്തെടുക്കുമ്പോൾ cos 1 മൈനസ് cos 0 കിട്ടും. ഓക്കെ, cos 0 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് cos 1 മൈനസ് 1 ആണ്. ഇനി മൈനസ് ഓഫ് ഉണ്ട്. സോ തിരിച്ച് സൈൻ, ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ ഇത് പ്ലസ് ആവും, ആദ്യത്തെ ടേം മൈനസ് ആവും. അപ്പൊ 1 മൈനസ് cos 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The line y is equal to 2 minus x and the parabola y is equal to x square intersect at the points minus 2, 4, 1, 1. If R is the region enclosed by y is equal to 2 minus x and y is equal to x square, then find double integral over R y dA. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? y ആണ്. R എന്താ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഒരു ലൈൻ തന്നിട്ടുണ്ട് y is equal to 2 minus x ആൻഡ് പരാബോള y is equal to x square തന്നിട്ടുണ്ട്. ഇനി ഇവർ ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ്സ് തന്നിട്ടുണ്ട്. മൈനസ് 2, 4ഉം 1, 1. ക്ലിയർ ആയല്ലോ? ഇനി R എന്ന് പറയുന്നത് എന്താ? റീജിയൻ എൻക്ലോസ്ഡ് ബൈ y is equal to 2 minus xും y is equal to x square. ഇത് രണ്ട് കർവ്സ് തമ്മിലുള്ള ആ ഒരു റീജിയൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ y is equal to 2 minus x തന്നിട്ടുണ്ടല്ലോ. നമുക്ക് അറിയാം y is equal to x square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതാണ് പരാബോള വരിക. ഓക്കെ, y is equal to x square. ഇനി നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താ? y is equal to 2 minus x ആണ്. അത് മാത്രമല്ല ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. മൈനസ് 2, 4ഉം 1, 1ഉം. സപ്പോസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വൈൻ്റെ എക്സിന്റെയും എക്സ്പ്രഷൻ ഇക്വേറ്റ് ചെയ്തിട്ട് എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് എന്താ വരിക അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് സാധാരണ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട് മൈനസ് 2, 4ഉം 1, 1ഉം. സോ ഇവിടെ ഇതാണ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ്, മൈനസ് 2, 4ഉം 1, 1ഉം. അപ്പൊ ഈ രണ്ട് പോയിന്റ്സും കൂടി അതിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമുക്ക് y is equal to 2 minus x. ഇനി ഇത് തമ്മിലുള്ള ഇതിന്റെ ഇടയിലുള്ള ബൗണ്ട് റീജിയൻ, അതാണ് കൺസിഡർ ചെയ്യേണ്ട റീജിയൻ. ആൻഡ് ഇവിടെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. ആ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ അഗെയിൻ ടൈപ്പ് 1 റീജിയൻ ആണ് വരിക, ബോട്ടം ടു ടോപ്പ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ താഴത്തെ എക്സ് എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് ആക്കി എടുക്കണം. എക്സിന്റെ ലിമിറ്റ് ഇവിടെ ഓൾറെഡി മൈനസ് 2 to 1 ആണ് നമുക്കറിയാം അല്ലെ. ഇനി വൈയുടെ ലിമിറ്റ് എന്താ? താഴത്തെ കർവ് എന്ന് പറഞ്ഞാൽ പാരാബോളയുടെ കർവ് ആണ്. അവിടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് x സ്ക്വയർ ആണ്. സോ x സ്ക്വയർ കിട്ടി. ലോവർ ലിമിറ്റ് ഇവിടെ x സ്ക്വയർ കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ളത് y എന്താ? 2 മൈനസ് എക്സ് അല്ലേ. സോ 2 മൈനസ് എക്സ് ആണ് വരും. അപ്പൊ ഇങ്ങനെ ഒരു കർവും ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 2 മൈനസ് എക്സും എന്ന് പറയുന്നത് x സ്ക്വയർ ആണ് അല്ലെ. സോ x സ്ക്വയർ ആണ് അപ്പർ സോറി x സ്ക്വയർ ടു 2 മൈനസ് എക്സ് ആണ്. അതായത് ഈ സ്ട്രിപ്പിനെ കൺസിഡർ ചെയ്യുമ്പോൾ ബോട്ടമിലത്തെ അതായത് ലോവർ ലിമിറ്റ് x സ്ക്വയർ ആണ് ആൻഡ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 മൈനസ് എക്സ് ആണ്. അപ്പൊ x സ്ക്വയർ ടു 2 മൈനസ് എക്സ് ആണ് വൈയുടെ ലിമിറ്റ് കിട്ടിയത്. എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് 2 to 1. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഇന്റഗ്രലിൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സിന്റെ ലിമിറ്റ് മൈനസ് 2 to 1 അത് ഏറ്റവും ഔട്ട്സൈഡ് എഴുതാം. വൈയുടെ ലിമിറ്റ്സ് എന്താ? x സ്ക്വയർ ടു 2 മൈനസ് എക്സ് y dy. y അല്ല നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അതിനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇനി വൈയുടെ ഇന്റഗ്രൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു y സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y സ്ക്വയർ ബൈ 2 എന്നിട്ട് വിത്തിൻ ദ ലിമിറ്റ്സ് x സ്ക്വയർ ടു 2 മൈനസ് എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇനി ബാക്കി ആ ഔട്ട്സൈഡ് ഇന്റഗ്രൽ അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് y സ്ക്വയർ ബൈ 2 ഹാഫ് പുറത്തെടുത്ത് എഴുതി. ഇനി y സ്ക്വയറിൽ നമ്മൾ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പൊ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് എക്സ് ആണ്. അപ്പൊ y സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി മൈനസ് ലോവർ ലിമിറ്റില് വൈയുടെ വാല്യൂ എന്താ? x സ്ക്വയർ ആണ്. അപ്പൊ x സ്ക്വയർ
ഹോൾ സ്ക്വയർ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/2 പുറത്ത് എഴുതി. ഇനി 2 - x ഹോൾ സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 4 dx. ഇത് ജസ്റ്റ് ഇവിടെ അഗെയിൻ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു. ഇനി എന്താ ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2 - xന്റെ ഇന്റഗ്രൽ എന്താ വരിക? നമുക്ക് ആദ്യം ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം അല്ലെ. അതായത് 2 - x ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. 2 - x ഹോൾ സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ വരിക? ആദ്യം x റേസ് ടു n+1/n+1 ചെയ്യില്ലേ, അതന്നെ ചെയ്യുക. അതായത് 2 - x റേസ് ടു n+1 പറഞ്ഞാൽ 2+1, അപ്പൊ 3 ഡിവൈഡഡ് ബൈ 3. ഇനി കഴിഞ്ഞിട്ടില്ല. ഈ 2 - x ഇവിടെ വെറും x ആണോ? അല്ല, പകരം 2 - x ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം, അത് മറക്കരുത്. അപ്പൊ 2 - xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ വരിക? -1 ആണ്. ഇത് വിട്ടു പോകരുത് എഴുതാൻ. സോ -1 താഴെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് പുറത്തെടുത്ത് എഴുതി 2 - x ഹോൾ ക്യൂബ് ബൈ 3 × -1. ഇനി മൈനസ് എക്സ് റേസ് ടു 4ന്റെ ഇന്റഗ്രൽ അറിയാലോ, എക്സ് റേസ് ടു 5/5. ഇനി -2 to 1 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം, വേറെ ഒന്നുമില്ല. സോ ഇവിടെ ആദ്യം 1 ആണ് അപ്പർ ലിമിറ്റ് വരുന്നത്. അപ്പൊ 1 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഫസ്റ്റ് ഫംഗ്ഷന്റെ, ഇത് സെക്കൻഡ് ഫംഗ്ഷന്റെ, ഇത് ഫസ്റ്റ് ഫംഗ്ഷന്റെ, ആൻഡ് ഇവിടെ സെക്കൻഡ് ഫംഗ്ഷന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവണ്ട, വേണമെങ്കിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. ത്രൂ ഔട്ട് ആ രണ്ടിനും അപ്പർ ലിമിറ്റ് കൊടുത്തിട്ട് മൈനസ് ഓഫ് രണ്ടിലും ലോവർ ലിമിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ 2 - x ഹോൾ ക്യൂബ് ബൈ 3 × -1 പറഞ്ഞാൽ -3 ആണ്. അതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ -1/3 ഇൻറ്റു -63 വരും. അതേപോലെ ഇവിടെ -1/5 ഇൻറ്റു 1 + 2 റേസ് ടു 5. അതായത് ഇവിടെ നമുക്ക് -2 അല്ല എക്സിന്റെ വാല്യൂ. അപ്പൊ -2 റേസ് ടു 5 അല്ല വരിക x റേസ് ടു 5. ഈ മൈനസ് റേസ് ടു 5 എന്താ വരിക? -1 റേസ് ടു ഓഡ് പവേഴ്സ് വന്നാൽ മൈനസ് ആണ് വരും, മൈനസ് വരും ഇൻറ്റു 2 റേസ് ടു 5. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസും ഈ മൈനസും ഇവിടെ പ്ലസ് ആവും. അതാണ് 1 + 2 റേസ് ടു 5 വരാൻ കാരണം. എന്നിട്ട് ഇതേപോലെ LCM എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 ഇൻറ്റു 21 - 33/5 കിട്ടും. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 105. ഇത് ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്തു. 105 - 33/5. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 36/5. Next question. Use a double integral to find the volume of the tetrahedron bounded by the coordinate planes and the plane z = 4 - 4x - 2y. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ടെട്രാഹീഡ്രൺ ആണ് ഷേപ്പ്. ഓക്കെ, ബൗണ്ടഡ് ബൈ കോർഡിനേറ്റ് പ്ലെയിൻസ് എക്സ് വൈ സെഡ് ആയിട്ട് ബൗണ്ട് ചെയ്യുന്ന, അതും തമ്മിലുള്ള കോർഡിനേറ്റ് പ്ലെയിൻസ് ആയിട്ട് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ, ആൻഡ് ദ പ്ലെയിൻ z = 4 - 4x - 2y. ഓക്കെ, 4 - 4x - 2y ആണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിൻ സർഫസ്. അതും കോർഡിനേറ്റ് പ്ലെയിൻസും തമ്മിൽ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ, അതാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ടെട്രാഹീഡ്രൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൗണ്ടഡ് എബവ് ബൈ ദ പ്ലെയിൻ ഏതാ? 4 - 4x - 2y. ഇതാണ് നമുക്ക് അപ്പോൾ അതിന്റെ മീനിങ് എന്താ? f(x, y) ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ആൻഡ് ബിലോ ബൈ ദ റെക്ടാംഗുലർ റീജിയൻ. അപ്പൊ നമുക്ക് വോളിയം എന്ന് പറയുന്നത് എന്താ? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽസ് വെച്ചിട്ടും വോളിയം കണ്ടുപിടിക്കാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തു അല്ലെ, പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഈ f(x, y) dA ചെയ്താൽ മതി അല്ലെ. dA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dx dy ആണെന്ന്. അപ്പൊ ഇവിടെ ഈ f(x, y) എന്താ? 4 - 4x - 2y. ഇത് ജസ്റ്റ് ആ റീജിയൻ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ടെട്രാഹീഡ്രൺ. z = 4 - 4x - 2y തന്നിട്ടുണ്ട് അല്ലെ. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സപ്പോസ് z = 0 ആയി, നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കാനാണ്. z ന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 4 - 4x - 2y എന്താവും? z ന് 0 കൊടുത്താൽ RHS 0 വരും. അപ്പൊ ഇവിടെ y-ഉം x-ഉം ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. LHS y-ഉം RHS x ടേംസ് മാത്രമാക്കുക. എന്നിട്ട് y-യുടെ ടേംസ് എന്താ കിട്ടുക? y = 2 × 1 - x കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ y-യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 0 മുതൽ നമുക്കിവിടെ y, ഈ x ആക്സിസിൽ y എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഇവിടെ ഇതാണ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 2 - 2x ആണ് y. അപ്പൊ y-യുടെ ലിമിറ്റ്സ് കിട്ടിയല്ലോ, 0 മുതൽ 2 - 2x വരെ. ഇനി x-ന്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? y = 0 ആകുമ്പോൾ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ, അതായത് 2 × 1 - x അല്ലേ, y = 2 × 1 - x ല് y-ക്ക് 0 കൊടുക്കാം. x-ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. y = 2 × 1 - x ല് y-ക്ക് 0 കൊടുക്കാം.
അപ്പോൾ 2 മൈനസ് 2x എന്തായി 0 ആയി. അപ്പോൾ 2x = 2, അതായത് x = 1. അപ്പോൾ എക്സിന്റെ ലിമിറ്റും കിട്ടി. എക്സ് എന്ന് പറയുന്നത് 0 to 1 ആണ്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കാൻ കാരണം ഓൾറെഡി ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വാല്യൂസ് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് വാല്യൂസ് പ്ലെയിൻ ആയിട്ട് നമ്മുടെ xy പ്ലെയിൻ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് ലിമിറ്റ്സ് ഒട്ടും അറിയില്ല അല്ലെ. അപ്പൊ നമ്മൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. സോ വൈയുടെ ലിമിറ്റ് കിട്ടി 0 മുതൽ 2 × 1 - x വരെ. എക്സിന്റെ ലിമിറ്റ് കിട്ടി 0 മുതൽ 1 വരെ. ഓക്കെ, അപ്പൊ അതാണ് ഈ റീജിയനിൽ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു സ്ട്രിപ്പിൽ വൈയുടെ വാല്യൂ ഇപ്പൊ എന്താണ് 0 മുതൽ 2 - 2x വരെ. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെ. ഈ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതായത് z-ന് 0 കൊടുക്കുമ്പോൾ 4 - 4x - 2y 0. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് 2 × 1 - x കിട്ടി. അപ്പോൾ ഈ സ്ട്രിപ്പിൽ നമുക്കറിയാം ബോട്ടം ടു ടോപ്പ് ആണ് അല്ലെ ടൈപ്പ് 1 റീജിയനിൽ. സോ y എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് x തന്നെ എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ x ആക്സിസിൽ y 0 ആണ്. അപ്പോൾ y 0 മുതൽ അപ്പുറത്തെ നമ്മുടെ ടോപ്പിലുള്ള പ്ലെയിനിന്റെ ഇക്വേഷൻ എന്താ ഇൻ ടേംസ് ഓഫ് എക്സ് 2 - 2x ആണ്. കാരണം നമ്മൾ z0 അല്ല ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ y = 2 - 2x ആണ്. അപ്പോൾ വൈയുടെ ലിമിറ്റ്സ് കിട്ടി. നെക്സ്റ്റ് എക്സിന്റെ ലിമിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് y 0 കൊടുക്കാം. y 0 കൊടുത്തു കഴിഞ്ഞാൽ 2 - 2x 0 ആവില്ലേ. ഓൾറെഡി z 0 ആണ്. അപ്പോൾ 2x = 2 x = 1 കിട്ടി. അപ്പോൾ എക്സിന്റെ ലിമിറ്റും കിട്ടി 0 to 1. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ലിമിറ്റ്സ്. v എന്ന് പറയുന്ന വോളിയം ഡബിൾ ഇന്റഗ്രൽ ഓവർ r f(x(y) dA പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ 0 to 1, അപ്പോൾ അത് എക്സിന്റെ ലിമിറ്റ് ആണ്. ഇന്റഗ്രൽ 0 to 2 - 2x വൈയുടെ ലിമിറ്റ് ആണ്. ഫംഗ്ഷൻ എന്താ 4 - 4x - 2y. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം ആദ്യം വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻസ് എല്ലാം മാറ്റി ചെയ്തിട്ട് 4ന്റെ ഇന്റഗ്രൽ എന്താ y 4 × y മൈനസ് 4x കോൺസ്റ്റന്റ് മാറ്റി എഴുതി എന്നിട്ട് ഇൻറ്റു y എഴുതി മൈനസ് 2 × വൈയുടെ ഇന്റഗ്രൽ y²/2 വിത്തിൻ ദ ലിമിറ്റ് എന്താ 0 to 2 - 2x. അപ്പൊ അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ഇവിടെ ഓരോ ടേംസും ഇപ്പൊ 3 ടേംസ് അല്ലേ 4y - 4xy - 2 × y²/2. ഈ 2 × y²/2 2 ഉം 2 ഉം ക്യാൻസൽ ആയി. അപ്പൊ y² മാത്രം വരും. അപ്പൊ ഇവിടെ ത്രൂ ഔട്ട് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക എല്ലാത്തിലും y ഇല്ലേ. അപ്പൊ എല്ലാം y-ലും 0 കൊടുത്തു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് മൊത്തം 0 ആയി പോകും. സോ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ -0 ലാസ്റ്റ് എഴുതിയാൽ മതി. അപ്പർ ലിമിറ്റിൽ 2 - 2x y എവിടെയൊക്കെ വരുന്ന അവിടെ 2 - 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഈ ടേംസ് കിട്ടുക 4 × 2 - 2x -4 × x × 2 - 2x -2 - 2x whole square dx. ഇനി ഇത് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യാണ്ട്. അപ്പൊ എക്സിന്റെ ടേംസ് സെപ്പറേറ്റ് ആയി എഴുതാം. അതായത് ഇവിടെ ജസ്റ്റ് 4 എന്ന് പറയുന്നത് പുറത്ത് എഴുതി. ഇനി അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ 2ന്റെ ഇന്റഗ്രൽ എന്താ 2 × x മൈനസ് 2xന്റെ ഇന്റഗ്രൽ എന്താ വരിക 2 × x²/2. 2 ഉം 2 ഉം ക്യാൻസൽ ആയി. അഗെയിൻ -4 × ഇവിടെ 2 - 2x 2 × x²/2 -2 × x³ മൈനസ് ഇവിടെ ഈ ഒരു ടേമിന്റെ ഇന്റഗ്രൽ എന്താ വരിക 2 - 2x ഹോൾ സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം x⁻n+1/n+1 ചെയ്യാം. എന്നിട്ട് ഡിനോമിനേറ്ററിൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 2 - 2x ഹോൾ റേസ് ടു 2 + 1 എന്താ 3 ഡിവൈഡഡ് ബൈ 3. ഇനി ഇൻറ്റു 2 - 2xന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x അതായത് -2 വരും. ക്ലിയർ ആയോ? അത് എഴുതാൻ മറക്കരുത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 - 2x ഹോൾ ക്യൂബ് ബൈ 3 × -2. ഇനി ഇതെല്ലാം ജസ്റ്റ് നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. 0 to 1 ആണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും x ഉള്ളതുകൊണ്ട് 0 കൊടുത്താൽ എല്ലാം 0. അപ്പൊ 0ന്റെ ടേംസ് വരില്ല. ഇനി 1 എന്ന് പറയുന്നത് എവിടെയൊക്കെ x ഉണ്ട് അവിടെയൊക്കെ 1 അപ്ലൈ ചെയ്യാം. അപ്പോഴാണ് ഈ ടേംസ് കിട്ടുന്നത്. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 - 4 × 1/3 -1/6 × 8 അതായത് 4/3 ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ടോപ്പിക് ഏരിയ കാൽക്കുലേറ്റഡ് ആസ് ഡബിൾ ഇന്റഗ്രൽ. എങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രലിലെ ഏരിയ ഇവാലുവേറ്റ് ചെയ്യാം? ഓക്കെ, the volume bounded by a surface z is equal to f(xy) with the region R in the xy plane is double integral over R f(xy) dA which is equal to double integral over R f(xy) dx dy. ഈ dA പറയുന്നത് എന്താ dx dy ഏരിയ. ഓക്കെ, അപ്പോൾ വോളിയം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി ഇതിൽ f(xy) നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സാധാരണ ഇത്രയും നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം ഇങ്ങനെയാണ് അല്ലെ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, ആ ഫംഗ്ഷനെ ഡബിൾ ഇന്റഗ്രലിൽ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് വോളിയം ബൗണ്ടഡ് ബൈ ദ സർഫസ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഫംഗ്ഷന് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. അപ്പൊ എന്തായി f(xy) 1 ആയി.
സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഇവിടെയും 1 വന്നു, ഇവിടെയും 1 വന്നു. ക്ലിയർ ആയോ? അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ, എഫ് ഓഫ് എക്സ് വൈ 1 ആയില്ലേ, ഡി എ ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിലും എഫ് ഓഫ് എക്സ് വൈ 1 കൊടുക്കാം. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ, ഇതാണ് ഏരിയ. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? എക്സിനും വൈക്കും ലിമിറ്റ്സ് അറിഞ്ഞാൽ മതി. ക്ലിയർ ആയോ? അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. First question, using double integration, evaluate the area enclosed by the lines x equal to 0, y equal to 0, x by a plus y by b is equal to 1. Okay, അപ്പോൾ x equal to 0, y is equal to 0, പിന്നെ x by a plus y by b is equal to 1 എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ x by a plus y by b is equal to 1 നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ എയും ബിയും അൺനോൺസ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. സോ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 നമ്മൾ ആദ്യം പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ എക്സും വൈയും, എക്സിന് 0 കൊടുത്താൽ, ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും അല്ലെ. അപ്പൊ y എന്ന് പറയുന്നത് എന്താവും? ബി ആർ എച്ച് എസിലേക്ക് എടുക്കാം. സോ y ഇസ് ഈക്വൽ ടു ബി കിട്ടും. അതേപോലെ നെക്സ്റ്റ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 വൈക്ക് 0 കൊടുക്കാം. അപ്പൊ ഈ ടേം ക്യാൻസൽ ആയി പോകും. ഇനി എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താവും? എ ഇൻറ്റു 1 എ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എക്സ് 0 കൊടുക്കുമ്പോൾ വൈ ബി, വൈ 0 കൊടുക്കുമ്പോൾ എക്സ് എ. അപ്പൊ നമുക്ക് രണ്ട് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് കിട്ടി അല്ലെ, എ 0 0 ബി. ഇനി അപ്പൊ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതാണ് സ്ട്രേറ്റ് ലൈൻ്റെ ആ ഒരു കർവ് എന്ന് പറയുന്നത്. y ഇസ് ഈക്വൽ ടു, അതിൽ y എന്തായിരിക്കും? y മാത്രം സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അതായത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 y കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? y ബൈ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എ. എന്നിട്ട് ഈ ബിനെ ആർ എച്ച് എസിൽ കൊണ്ടുപോകാം. സോ y is equal to b into 1 minus x by a. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് ഇവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, y is equal to b into 1 minus x by a. അപ്പൊ ഇവിടെ നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കണം ആദ്യം. സോ വൈയുടെ ലിമിറ്റ് അപ്പൊ എന്താ? നമുക്ക് മനസ്സിലായി. y എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യണം അല്ലെ. താഴേന്ന്, അതായത് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് രണ്ട് കർവ്സ് ആണ്, ടൈപ്പ് 1 റീജിയൻ പോലെ തന്നെ. സോ y is equal to 0. ഇവിടെ x ആക്സിസിൽ y 0 അല്ലേ. പിന്നെ അപ്വേർഡ് ആ കർവില് വൈയുടെ വാല്യൂ എന്താ? ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ. സോ വൈയുടെ ലിമിറ്റ്സ് കിട്ടി. എക്സിന്റെ ലിമിറ്റ് എന്താ? ഈ ഒരു സ്ട്രിപ്പിൽ നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 മുതൽ എന്താണ്? 0 മുതൽ എ വരെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ എക്സ് 0 ടു എ, വൈ 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ. ഇനി ജസ്റ്റ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 ടു എ, ഇന്റഗ്രൽ 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ഡി വൈ ഡി എക്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് വരുന്നത് ആ ഇന്റഗ്രൽ ഏറ്റവും ഔട്ട് സൈഡ് എഴുതുക. ഓക്കെ, എക്സിന്റെ എവിടെ എഴുതേണ്ടത്? വൈയുടെ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് വരിക. സോ ഇന്റഗ്രൽ 0 ടു എ, ഇവിടെ 1 അല്ലേ. സോ 1ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ? ഡി വൈ എന്താ? അതായത് വൈ ആണ് വരിക. 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് 0 ടു എ ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ഡി എക്സ് വരും. അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ബി എന്ന് പറയുന്നത് ഓൾറെഡി പുറത്ത് അങ്ങനെ തന്നെ എഴുതി. 1ന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് ആണ്. മൈനസ് 1 ബൈ എ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം 0 ടു എ. അപ്പൊ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 0 ആയി പോകും. എയുടെ ലിമിറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാം. സോ എ മൈനസ് 1 ബൈ ഇൻറ്റു എ സ്ക്വയർ ബൈ 2. ഇവിടെ എയും എ സ്ക്വയറിൽ ഒരു എയും ക്യാൻസൽ ആവും. എ മൈനസ് എ ബൈ 2, അതായത് എ ബൈ 2 വരും. ബി ഓൾറെഡി പുറത്തുണ്ട്. അപ്പൊ എ ബി ബൈ 2 ആണ് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പരാബോള y is equal to x square by 2 and the line y is equal to 2x. അപ്പൊ നമുക്ക് ഒരു പരാബോള തന്നിട്ടുണ്ട് y equal to x square by 2. പിന്നെ അത് മാത്രമല്ല ഒരു ലൈൻ തന്നിട്ടുണ്ട് y is equal to 2x. നമുക്ക് ഈ രണ്ട് തമ്മിലുള്ള എൻക്ലോസ് ചെയ്യുന്ന റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വോളിയം ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അത് ബേസ് ചെയ്തിട്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം, ഏരിയ മാത്രമാണ് കൺസിഡർ ചെയ്യണം. സോ y is equal to 2x ഉം y equal to x square by 2. അപ്പൊ y equal to x square പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കർവ് വരിക അല്ലെ. ആൻഡ് y is equal to 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസിംഗ് ത്രൂ ദ ഒറിജിൻ നമുക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഇത് തമ്മിൽ ഇതിന്റെ ഇടയിലുള്ള ഒരു ഏരിയ എൻക്ലോസ്ഡ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. എഗെയിൻ ഇവിടെ ടോപ്പ് ടു ബോട്ടം അല്ലെ. അപ്പൊ ആ സ്ട്രിപ്പിൽ നമുക്കറിയാം വേരിയേഷൻ എടുക്കേണ്ടത് y എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സും എക്സ് കോൺസ്റ്റൻസ് ആയിട്ട്. അപ്പൊ ഇനി പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലെ. ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കണം, നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. സോ രണ്ട് എക്സ്പ്രഷൻ നോക്കുക, അതായത് y is equal to 2x ഉം y equal to x square by 2. അപ്പൊ രണ്ട് കേസിലും അതായത് ഒരു ഇക്വേഷനിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് y നമുക്ക് x square by 2 ആണെന്ന് അറിയാലോ അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ അതായത് y is equal to 2x സെക്കൻഡ് ഇക്വേഷനിലെ ആ ഒരു വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y നമുക്ക് x square by 2 എന്ന് കൊടുത്തൂടെ.
x square by 2 is equal to 2x. Okay, ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ 4x വരും. x square is equal to 4x വരും. അതായത് 4x എന്നുള്ളത് LHS എടുത്ത x square minus 4x equal to 0 കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. x square minus 4x equal to 0. ഇതിലൊരു x കോമൺ അല്ലേ, പുറത്തേക്ക് എടുത്ത ബ്രാക്കറ്റിൽ എന്താ വരിക, x minus 4 is equal to 0. ഇതിന്റെ മീനിങ് എന്താ, x equal to 0 പിന്നെ x minus 4 is equal to 0. അപ്പൊ രണ്ട് വാല്യൂസ് കിട്ടും, x equal to 0, x minus 4 equal to 0 എന്ന് പറഞ്ഞാൽ x is equal to 4 ആണ്. ക്ലിയർ ആയി? അപ്പൊ ലിമിറ്റ് എന്താ വരിക, x എന്ന് പറയുന്നത് 0 to 4 കിട്ടി. y യുടെ ലിമിറ്റ് എന്താ വരിക, അപ്പൊ താഴത്തെ കർവ് y x square by 2 ആണ്, മുകളിലത്തെ കർവില് y എന്ന് പറയുന്നത് എന്താ 2x ആണ്. സോ x square by 2 മുതൽ 2x വരെ. ഇനി ജസ്റ്റ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക, ഏരിയ കണ്ടുപിടിക്കാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ r, ഇന്റഗ്രൽ 0 to 4 അത് x ന്റെ, ഇന്റഗ്രൽ x square by 2 to 2x അത് y യുടെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്റഗ്രൽ dy പറഞ്ഞാൽ y ആണ്, വിത്ത് ഇൻ ദ ലിമിറ്റ്സ് x square by 2 to 2x, dx അങ്ങനെ തന്നെ എഴുതി. ഇന്റഗ്രൽ 0 to 4, ഇനി y ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2x minus x square by 2 അത്രയല്ലേ വരില്ല, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇനി 2x minus x square by 2 again നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ 2x ന്റെ ഇന്റഗ്രൽ എന്താ വരിക, 2 into x square by 2 മൈനസ് x square by 2 ന്റെ എന്താ വരിക, 1 by 2 പുറത്തേക്ക് എഴുതാം, x square ന്റെ x cube by 3 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ എല്ലാം 0. സോ അപ്പർ ലിമിറ്റ് 4 മാത്രം അപ്ലൈ ചെയ്യുക, 4 സ്ക്വയർ മൈനസ് 4 ക്യൂബ് ബൈ 6. എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ളത്, ഇവിടെ ഇപ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ആയി, അപ്പൊ x സ്ക്വയർ മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടെ താഴെ 6 ഓൾറെഡി ഉണ്ട്. സോ 4 സ്ക്വയർ മൈനസ് 4 ക്യൂബ് ബൈ 6 വരും. അതായത് 4 സ്ക്വയർ കോമൺ. ഇതൊക്കെ പല രീതിയിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ പോയിന്റ് ഇട്ട് ഡെസിമൽ വാല്യൂസിനൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഫ്രാക്ഷൻസിൽ എഴുതിയാൽ മതി. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ അത് ഓരോരുത്തരുടെ രീതിയിൽ ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ 4 സ്ക്വയർ കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്ത് എഴുതി ഞാൻ. സോ 1 മൈനസ് 4 ബൈ 6 ദാറ്റ് ഇസ് 4 സ്ക്വയർ ഇൻറ്റു 1 by 3 വരും, അപ്പോൾ 16 by 3. Next question, find the area bounded by the x-axis y is equal to 2x, x plus y is equal to 1. അപ്പോൾ x-axisഉം പിന്നെ y is equal to 2x ഉം x plus y is equal to 1 ഉം ഇത് തമ്മിലുള്ള ഏരിയ എൻക്ലോസ് ചെയ്തിട്ടുള്ളതാണ്, മീൻസ് എൻക്ലോസ് ചെയ്ത റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ y is equal to 2x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണ് അല്ലേ. y 0 കൊടുക്കുമ്പോൾ x ഉം 0 കിട്ടും, y 1 കൊടുക്കുമ്പോൾ x-ന് മീൻസ് x-ന് 1 കൊടുക്കുമ്പോൾ y 2 കിട്ടും, അങ്ങനെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണെന്ന് മനസ്സിലായി. ഇനി x plus y is equal to 1 എന്ന് പറഞ്ഞാൽ അതും ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ. അവിടെ എങ്ങനെ വരുന്നത്, ഇതാണ് സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ, അതായത് ഇതാണ് സെക്കൻഡ് സ്ട്രേറ്റ് ലൈൻ വരുന്നത്. y is equal to 2x എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്, ആൻഡ് x plus y is equal to 1 എന്ന് പറയുന്നത് ഇതാണ് സ്ട്രേറ്റ് ലൈൻ. അവിടെ ഇപ്പോൾ x plus y is equal to 1 എന്ന് പറയുന്നതിൽ ഇപ്പോൾ x 0 കൊടുത്തു കഴിഞ്ഞാൽ y എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പൊ x-ന് 0 കൊടുക്കുമ്പോൾ y-യുടെ വാല്യൂ 1 കിട്ടിയല്ലോ. അതേപോലെ y-ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ x-ന്റെ വാല്യൂ 1 കിട്ടും. അപ്പൊ y 0 കൊടുത്തു കഴിഞ്ഞാൽ x 1. ഇങ്ങനെയാണ് നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് ലൈൻ ഏതാന്ന് മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഗ്രാഫ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ കിട്ടുക, പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് വരിക, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആണോ എന്നൊക്കെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ നമുക്ക് ആ ഇന്റർസെക്ട്സ് അറിയണ്ടേ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് അറിയണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഒന്ന് റേസ് ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് ഈ സ്ട്രേറ്റ് ലൈൻസ് രണ്ടെണ്ണം അത് ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ്സും കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ ഇപ്പൊ 0 1 കിട്ടി, 1 0 കിട്ടി. ഇനി എക്സിന്റെ ഇവിടെ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഈ ഒരു ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അതായത് എക്സ് ആക്സിസും പിന്നെ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള റീജിയന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അപ്പോ ഇവിടെ ഈ ഒരു എക്സ് ആക്സിസിൽ y, എക്സ് ആക്സിസിന്റെ കേസിൽ y 0 ആണെന്ന് നമുക്കറിയാലോ. ഇനി എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്. ഇനി y = 2x ഉം x plus y = 1. ഇനി നമ്മുടെ അടുത്ത് സ്ട്രിപ്പ്, അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഈ ഒരു റീജിയനിലായതുകൊണ്ട് സ്ട്രിപ്പ് ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആയി? കാരണം ലെഫ്റ്റ് ആൻഡ് റൈറ്റിലാണ് നമുക്ക് രണ്ട് കർവ്സ് ഉള്ളത്. സോ നമുക്ക് ടൈപ്പ് 2 റീജിയനിലാണ് വരും. അപ്പൊ ഇവിടെ ഈ ടൈപ്പ് 1 ടൈപ്പ് 2 മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ആ ഫോർമുല യൂസ് ചെയ്യേണ്ടത് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ മെൻഷൻ ചെയ്യണേ. സോ ഇവിടുത്തെ ലെഫ്റ്റിലെ കർവ് എന്ന് പറയുന്നത് എന്താ, ഈ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനിൽ y എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ x എന്ന് പറയുന്നത് എന്താ, y/2. അപ്പൊ ടൈപ്പ് 2 ആയതുകൊണ്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് x ഇൻ ടേംസ് ഓഫ് y ആക്കും, y കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിട്ട് എടുക്കും. ക്ലിയർ ആയല്ലോ? നേരെ തിരിച്ചു. ഓക്കെ, അപ്പൊ x ഇൻ ടേംസ് ഓഫ് y എടുക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റിലെ കർവിൽ x y/2 ആണ്, റൈറ്റ് സൈഡ് കർവില് x plus y = 1 അല്ലേ. അതില് x എന്ന് പറയുന്നത് എന്താ, 1 - y, y നെ RHS കൊണ്ടുപോകും. സോ
എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് വൈ കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ ലിമിറ്റ്സ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യണത് ഇനി ലിമിറ്റ്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ എക്സിന്റെ കിട്ടി അല്ലെ, അതായത് y/2 മുതൽ 1 മൈനസ് വൈ കിട്ടി. പക്ഷെ വൈയുടെ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂസ് ലിമിറ്റ്സ് അറിയണ്ടേ. അപ്പൊ വൈയുടെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ x = y/2 x = 1 മൈനസ് വൈ ആണ് നമുക്ക് അറിയാലോ. ക്ലിയർ ആയില്ലേ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ, അതാണ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷൻസ്, അതായത് x = y/2 x = 1 മൈനസ് വൈയും ഇക്വേറ്റ് ചെയ്യാം. രണ്ട് സ്ഥലത്തും x കോമൺ അല്ലേ, അപ്പോൾ RHS ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് y/2 = 1 മൈനസ് വൈ. ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചിടാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് y എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രം കൊണ്ടുപോകും. ദാറ്റ് ഈസ് y/2 = 1 മൈനസ് വൈയിൽ ഈ 2നെ RHS കൊണ്ടുപോകും. അപ്പോൾ y = 2 മൈനസ് 2y വരും. ഈ മൈനസ് 2y RHS കൊണ്ടുപോകും. സോ 3y = 2 വരും. അപ്പോൾ വൈയുടെ വാല്യൂ എന്താ, 2/3. ക്ലിയർ ആയല്ലോ. അപ്പോൾ വൈയുടെ വാല്യൂ 2/3 കിട്ടി. ഇനി y സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 0ൽ നിന്നല്ലേ. സോ ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 2/3 ആണ്. ആൻഡ് എക്സിന്റെ വാല്യൂ y/2 to 1 മൈനസ് വൈ. ഇനി ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുക. ഏരിയ = ഇന്റഗ്രൽ 0 to 2/3 ഇന്റഗ്രൽ y/2 to 1 മൈനസ് വൈ dx dy. ഇത് തെറ്റി എഴുതരുത്, ഓർഡർ തെറ്റി എഴുതരുത്. വൈയുടെ ലിമിറ്റ് ആണ് നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി എടുക്കേണ്ടത്. കാരണം ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കൺസിഡർ ചെയ്യുന്ന സ്ട്രിപ്പ് അല്ലെ. സോ വൈയുടെ ലിമിറ്റ് കോൺസ്റ്റന്റ് ആക്കി എടുക്കുക. എക്സിന്റെ എന്ന് പറയുന്നത് നമ്മൾ ഇൻ ടേംസ് ഓഫ് y തന്നെ എടുക്കണം. അപ്പോൾ y/2 മുതൽ 1 മൈനസ് വൈ വരെ dx. അപ്പോൾ ഇവിടെ വൈയുടെ ഇന്റഗ്രൽ സെപ്പറേറ്റ് അങ്ങനെ തന്നെ എഴുതി. ഇനി എക്സിന്റെ വിത്ത് റെസ്പെക്ട് ടു dx, അതായത് ഇന്റഗ്രൽ dx എന്ന x ആണ്. അപ്പൊ x എഴുതി, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. y/2 മുതൽ 1 മൈനസ് വൈ വരെ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ എന്താ കിട്ടുക, എക്സിന് 1 മൈനസ് വൈ മൈനസ് നമുക്ക് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് y/2 ആണ്. ഇത് അങ്ങനെ തന്നെ എഴുതും, y/2 ആണ്. സോ 1 മൈനസ് വൈ മൈനസ് y/2 അങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യണം, ഈ മൈനസ് വൈ മൈനസ് y/2 മൈനസ് 3/2y എന്ന് എഴുതിക്കൂടെ. അപ്പൊ അത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് 1 മൈനസ് 3/2y. അപ്പോൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ 1ന്റെ ഇന്റഗ്രൽ എന്താ, y മൈനസ് 3/2 പുറത്തേക്ക് എടുക്കുക. വൈയുടെ ഇന്റഗ്രൽ y²/2. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 0 to 2/3. 2/3 മൈനസ് 3/4 into 2/3 ഹോൾ സ്ക്വയർ വരും. ഇവിടെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/3 ആണ് ആൻസർ വരിക. ഓക്കെ, താങ്ക് യു. ഇനി ബാക്കി ടോപ്പിക്സ് ആൻഡ് പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.